ഇതുണ്ടോ, അതായത് ക്ലോസ്, നോ എൻട്രി. മറ്റ് ഡാമിൻ്റെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലൊന്നും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. അവിടെ ഓപ്പൺ ചെയ്ത് ഇടുക്കിയുടെ താഴെ കിടക്കുന്ന നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ അതൊരു മല തന്നെയാണ് കേട്ടോ ആ കാണുന്നത്. ഇത് മലമ്പുഴ ഡാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. 1, 2, 3, 4 ഷട്ടർ. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഡാം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. മലമ്പുഴ ഡാം മോശമൊന്നുമല്ല കേട്ടോ. ഡാമിൻ്റെ നമ്മളിപ്പോൾ ഉള്ളിലോട്ട് വന്ന പോലെ ഒരു ഫീൽ. വെള്ളം കുറവാണ്. വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. മഞ്ഞിറങ്ങി വരുന്നു. ഡാമിൻ്റെ ഒരു സൈഡാണ്. ഓ മൈ ഗോഡ്, ആ മല നമുക്കൊന്നുകൂടെ കാണാം. തനി പാലക്കാട് ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് കാണണം. അയ്യോ, മലമ്പുഴ ഡാം കാണാം. വേറെ ഒന്നും എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മലമ്പുഴ ഡാം, അതായത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മലമ്പുഴ ഡാം കാണാമെന്നാണ്. അപ്പോൾ നമുക്കതിനൊരു 30 രൂപ ടിക്കറ്റ് ഉണ്ട്. ഓൾറെഡി ഞാൻ ടിക്കറ്റ് എടുത്തു, ഉള്ളിൽ കയറി. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് കിട്ടും. വന്നപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടുപോയി. ഉണ്ടോ, ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഡാമിലെ വെള്ളമൊക്കെ പറ്റി കിടക്കുള്ളൂ. ഇടുക്കിയുടെ താഴെ കിടക്കുന്ന നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയൊരു ഇതായിട്ടൊന്നും തോന്നുന്നില്ല. സത്യത്തിൽ ഞാൻ ഇതുവരെ പോയതിൽ ഇടുക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ. വയനാടൊന്നും പോയില്ല. എന്നാലും ഇടുക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതുവരെ കണ്ടതിലില്ല. അവിടുന്ന് തുടങ്ങി അവിടുന്ന് ഇങ്ങനെ വന്ന് അവിടെ പോയിട്ട് അവിടെയല്ല അങ്ങോട്ട് പോകുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് തിരിച്ച് അതേ വഴി അവിടെ പോയി ചോദിക്കുക. അവിടെ ഒരു മലയുണ്ട് കേട്ടോ. ഇവിടെ മല. ഇതൊക്കെ പണി പൂർത്തിയായിട്ട് വരുമ്പോഴത്തേക്കും ഇടുമായിരിക്കും. അപ്പം ഇത് മലമ്പുഴ ഡാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് മറ്റ് ഡാമിൻ്റെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലൊന്നും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. അതൊരു മല തന്നെയാണ് കേട്ടോ ആ കാണുന്നത്. ഒരു കിടിലൻ മലയാണ്. ഡാമിൽ ഒട്ടും വെള്ളമില്ല. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബോട്ടിങ്ങൊന്നും കാണുന്നില്ല. ഇതുണ്ടോ, ഡാം തുറക്കാനുള്ള സംഭവമായിരിക്കും. അപ്പോൾ നമ്മൾ സെൻട്രൽ വന്നില്ല ഇതുവരെ. അതായത് അവിടെ ഓപ്പൺ ചെയ്തേ കൊള്ളാം. ഇടുക്കി ഡാമിൻ്റെ അത്ര ഒന്നും വരത്തില്ല. എന്നാലും മലമ്പുഴ ഡാം മോശമൊന്നുമല്ല കേട്ടോ. ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്തോന്ന് കിട്ടും. വെള്ളം ഇല്ലായിരിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ നല്ല ആഴത്തിലായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് നടന്നു പോകുന്നവരുണ്ടായിരിക്കും കേട്ടോ. സമയം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ആൾക്കാരൊക്കെ ഇപ്പം തന്നെ ഒരു കിൻഡൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു. 1, 2, 3, 4 ഷട്ടർ. ഷട്ടർ എന്നാണ് അതിന് പറയുന്നത് അല്ലേ? ഇതാണ് ഷട്ടർ. വെള്ളം കുറവാണ്, അതുകൊണ്ട് പിന്നെ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തുറന്നാൽ നേരെ പോകുന്നത് എന്തോ ഇങ്ങനെയാണ് ഉള്ളതേ കിട്ടും. അത് നൈസായിരുന്നു. ഞാൻ ഇങ്ങനെ പോയി അങ്ങോട്ട് പോകും. അതുകൊണ്ട് അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഡാം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. നോക്കാം. അതൊക്കെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റി. നമുക്ക് മുന്നോട്ട് പോവാം. ഡാമിൻ്റെ നമ്മളിപ്പോൾ ഉള്ളിലോട്ട് വന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. ഇപ്പോൾ ഉണ്ട് നമ്മൾ ഡാമിൻ്റെ ഏകദേശം ഒരു ഉള്ളിലൂടെ നടക്കുന്ന പോലെ. അവിടെ നിന്നാണ് വന്നേ. നമ്മൾ കാണാത്ത മലയൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ചുറ്റുമല, അതാണ് കിടുമല. അതിന് ഹൈറ്റ് അതിനാണ് കേട്ടോ. അപ്പം അവിടെ കുറച്ച് ദൂരെയായിട്ട് MWL മലമ്പുഴ വാട്ടർ ലേക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവിടെ ഉണ്ട്, ഷോർട്ട് ഫോം എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിൽ കുറവാണെന്ന് നമുക്കിത് കാണുമ്പോഴേ അറിയാം. അപ്പം
ഇവിടുന്ന് നമ്മൾ നടന്നു വന്നേ. ഇവിടുന്ന് ഇനി മുമ്പോട്ട് അവിടെയൊക്കെ പോകാനൊരു ഇതുണ്ട്, നമുക്ക് നടക്കാം. അല്ലേ വേഗം വന്നല്ലേ, ഇതൊക്കെ ഇനി ഒറ്റ വരവല്ലേ ഉള്ളൂ, ഇനി വരില്ലല്ലോ. ഓ മൈ ഗോഡ്, ക്ലോസ്, നോ എൻട്രി, ക്ലോസ്, നോ എൻട്രി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല, കാരണം അങ്ങോട്ട് പോയിട്ടും കാര്യമില്ലെന്ന് നമുക്ക് അറിയാമായിരിക്കും. അപ്പം മലമ്പുഴ ഡാം കൊള്ളാം കേട്ടോ. വെള്ളം കുറച്ചുകൂടെ ഒക്കെ കയറുന്നതായിരിക്കും ഇവിടെ, ഈ ഒരു ലെവലിലൊക്കെ കയറി വരുന്നതായിരിക്കും. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് പാലക്കാട് കുറച്ച് 2-3 സ്പോട്ട് കൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. തനി പാലക്കാട് ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല, അതായത് ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ഇനിയും വരണം. ഇതിപ്പോൾ 3ാമത്തെ വരവാണ്. അയ്യോ, ചിന്തിക്കാമോ, നേരെ അവിടെ ചെല്ലാം. അവിടെ ചെന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ അങ്ങോട്ട് കയറിയൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് ഇതുണ്ടോ, അതായത് അത്യാധുനിക ദൂരദർശിനി ഉപയോഗിച്ചുള്ള വാന നിരീക്ഷണ കേന്ദ്രം. ആകാശത്തെ ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവരെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് നോക്കുമായിരുന്നായിരിക്കും, അറിയത്തില്ല. അപ്പം ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് എന്താണ്, ഓഫീസ് ഓഫ് അസിസ്റ്റൻ്റ് എൻജിനീയറിംഗ് മലമ്പുഴ ഡാം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം. അതിൻ്റെ പോലെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബിൽഡിംഗ് ഇവിടെ കാണാം. ഇവിടെ ഒരു പ്രതിമയുണ്ട്, മണ്ണെടുത്ത് മാറ്റുന്ന ഒരു ലേഡി, അതുപോലെ തന്നെ തൂമ്പ പിടിച്ചു നിൽക്കുന്ന ഒരു ചേട്ടൻ. ഫോട്ടോ ഗ്യാലറി എന്നൊക്കെ ഒരു ചെറിയൊരു ബോർഡ് കാണാം, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നൈസല്ലേ. നമ്മളിതാ ഇവിടെ നിന്നാണ് വന്നേ. ഇവിടുന്ന് ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇതുണ്ടോ, മഞ്ഞിറങ്ങി വരുന്നു. ഡാമിൻ്റെ ഒരു സൈഡാണ്. നൈസല്ലേ. ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ മല നമുക്കൊന്നുകൂടെ കാണാം. ഇതൊക്കെയാണ് മലമ്പുഴ ഡാമിൻ്റെ കാഴ്ചകൾ. വെള്ളം കുറവാണ്, വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. കുറച്ചുകൂടെ വെള്ളമായി കഴിഞ്ഞാൽ അടിപൊളി പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ആ ഒരു എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊരു അറിയാൻ പറ്റും. വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം മാത്രമായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അറിയില്ല, ഓരോരുത്തർക്കും ഓരോ വ്യൂ അല്ലേ. അപ്പം കൊള്ളാം. അപ്പം നമുക്ക് ആ ഒരു പാലം കണ്ടില്ലേ, അവിടുന്ന് ഒരു വ്യൂ കൂടെ നമുക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് നേരെ അവിടെ പോവാം, അവിടെ പോയിട്ട് കാണാം. അപ്പം നമ്മൾ അവിടുന്ന് കണ്ട ആ പാലത്തേലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ആ പാലം ഇതാണ് കണ്ടോ, ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം, താറൊക്കെ വരുന്നു. അപ്പോൾ ഇതുണ്ട്, അവിടെ ഒരു ചെറിയൊരു തൂക്കുപാലം കണ്ടോ, അതുവഴിയൊക്കെ പോകാൻ പറ്റും. അതായത് നമ്മൾ ആ മേളിൽ നിന്ന് കണ്ട ഒരു ചെറിയൊരു സെറ്റപ്പില്ല, ഒരു പാർക്കൊക്കെ ആയിട്ട് പടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും റെഡിയാവും. അപ്പം അതുവഴി ഉണ്ടോ, അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടോ, ഹാങ്ങിങ് ഊഞ്ഞാലേ, അതൊക്കെ കയറണമെന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഒന്നിനും ബഡ്ജറ്റില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഡാം കാണുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത്. മലമ്പുഴ ഡാം കാണുക, വേറെ ഒന്നും എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം അക്വേറിയം മ്യൂസിയം എന്നൊക്കെ പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട്, പാമ്പിൻ്റെ ഒരു സെൻറ്ററുണ്ട്. അവിടെ എല്ലാം ഞാൻ കയറി. അക്വേറിയത്തിൽ നിന്ന് 30 രൂപ, പാമ്പിൻ്റെ അവിടെ കയറുന്നതിന് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പം എനിക്കൊരു അതിശയിപ്പിക്കുന്ന രീതിയിലൊന്നും തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം മൃഗശാലയിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളതേ ഉള്ളൂ. വെറൈറ്റികളെന്ന് പറഞ്ഞാലൊന്നുമില്ല. മലമ്പുഴ ഡാം ഇത് കാണുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ വന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.